നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് വന്നതും അവളുടെ ഹസ്ബൻഡ് ഇവളെ ഹഗ് ചെയ്യാൻ വേണ്ടി പോയതും നമ്മുടെ ഹീറോയിൻ ഇനി നീ എന്നെ തൊട്ട എൻ്റെ കഥ ഞാൻ തന്നെ തീർക്കുന്നു പറഞ്ഞിട്ട് അവരുടെ അടുത്ത് മാറിപ്പോകാൻ പറയാണ്. അങ്ങനെ ഇവനും പേടിച്ചിട്ട് അവളുടെ അടുത്ത് മാറിപ്പോയിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്നു പറഞ്ഞിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയതും അവളെ കാണാതായിട്ടുണ്ടാവും. അങ്ങനെ ഇവനും അവൾ ജോലി ചെയ്യുന്ന കോളേജിൽ പോയിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് എൻ്റെ വൈഫ് എവിടെയെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിനെ തന്നെ വരട്ടുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് വീഡിയോ എടുക്കുന്നുണ്ടാവും. അങ്ങനെ ആ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഇവനും എൻ്റെ ഭാര്യയെ കാണുന്നില്ല, ഒന്ന് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞിട്ട് ഒരു നല്ലവനെ പോലെ സംസാരിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ഇപ്പോൾ ഇവൾ കാണാതായിട്ട് ഒരുപാട് ദിവസമായി. അങ്ങനെ ഇവന് ഇപ്പോൾ ഒരു ബാർബി ഡോൾ എടുത്ത് വെച്ചിട്ട് എന്നെ വിട്ടിട്ട് എവിടെയായി നീ പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ബാർബി ഡോളിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവൻ്റെ വൈഫ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഇവനും ഇത്രയും ദിവസം എന്നെ വിട്ട് എവിടെയാണ് പോയെന്ന് ചോദിച്ചതും ഞാൻ ഗൗതമിൻ്റെ കൂടെയാണ് പോയെന്ന് ഇവൾ തിരിച്ചു പറയാണ്. അങ്ങനെ ഇവളും ദേഷ്യം പിടിച്ച് അവളെ അടിച്ച് അവളെ വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ രണ്ടുപേരുടെയും ബോധം പോവാണ്. അങ്ങനെ പോലീസ് വന്ന് നോക്കുമ്പോൾ അവൻ്റെ വൈഫിനെ അവിടെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ അവളെ എന്താണ് ചെയ്തതെന്ന് ഇവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഇവൻ പോലീസിനെ തന്നെ അടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഇവനെക്കുറിച്ച് ചോദിച്ചാൽ ഇവനൊരു പ്രാന്തനാണെന്ന് പറയാണ് അവരെല്ലാവരും. അങ്ങനെ കോർട്ടിൽ വന്ന് ജഡ്ജ് ഇവന് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവനെ ഹോസ്പിറ്റലാക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിനും ഗൗതമും ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഒരാഴ്ച കാണാതാവുന്ന പോലെ അഭിനയിച്ചിട്ട് തിരിച്ചു പോയിട്ട് ഇവനെ ട്രിഗർ ചെയ്യണമെന്ന്. അങ്ങനെ അവളെ കാണാതായതിൻ്റെ കാരണം ഇവനാണെന്ന് പറഞ്ഞിട്ട് ആ പഴി ഇവൻ്റെ മേലെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഹീറോയിനും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഗൗതമിനെ തന്നെ കല്യാണം കഴിച്ച് അവൾ ഹാപ്പിയായി ജീവിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലും അവൻ ഒരു ബാർബി ഡോൾ എടുത്ത് വെച്ചുകൊണ്ട് നേഹ നേഹ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പടം അവസാനിക്കുകയാണ്.